താങ്ക് യു ഇങ്ങനൊരു സ്പേസ് തന്നത്. ഞാൻ സിനിമ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് വന്ന ആളാണ്, ലക്ഷദ്വീപുകാരനാണ്. എൻ്റെ നാട്ടിൽ സിനിമ റിലീസോ പരിപാടികളൊന്നുമില്ല. 1ാം ക്ലാസ് തൊട്ട് സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ച് സ്റ്റേജിൽ ചെറിയൊരു സ്കിറ്റൊക്കെ ചെയ്ത് നടന്ന ആളാണ് ഞാൻ. +2 പഠിച്ച് അയ്യോ കണ്ടില്ലായിരുന്നു. അപ്പോൾ അനാർക്കലി ഞാൻ പറയാൻ വരായിരുന്നു. അനാർക്കലി എന്നുള്ള സിനിമയിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം അതിലുണ്ടായിരുന്ന ആളായിരിക്കുന്നു. എന്താ പറയണ്ടേ, 40 വയസ്സായി. എൻ്റെ ഫസ്റ്റ് മൂവി 2006 ഞാൻ യൂണിവേഴ്സിറ്റി കാലിക്കറ്റിൻ്റെ ഇൻ്റർസോൺ ബെസ്റ്റ് ആക്ടറായപ്പോൾ ഒരു പടത്തിൽ ചാൻസ് കിട്ടി. ഭാഗ്യത്തിന് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. പാർവതി രൂപത്തിൻ്റെ ഫസ്റ്റ്. അതിനുശേഷം ഈ മറ്റേ ഇന്ത്യയിലെ ആക്ടേഴ്സൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഒരു വർഷം ഒരു പടം ചെയ്യുള്ളൂ എന്നുള്ളൊരു 2006 തൊട്ട് 2026 20 വർഷമായി 10-13 സിനിമയെ കിട്ടിയിട്ടുള്ളൂ. അതിൽ ഓൾമോസ്റ്റ് എല്ലാ പടത്തിലും 2-3 പടം ഒഴിച്ചെല്ലാം ഞാൻ ഇടിച്ചു കയറി ചാൻസ് ചോദിച്ച് അഭിനയിച്ചതാണ്. ലക്ഷദ്വീപിൽ നിന്ന് എൻ്റെ കയ്യിൽ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഞാൻ വരും, അഭിനയിക്കാൻ തിരിച്ചു പോകും. പക്ഷെ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുണ്ടായിട്ടുള്ളത് അനാർക്കലി എന്നുള്ള സിനിമയിലും എനിക്ക് ആദ്യമായിട്ട് ലൈഫിൽ ഒരു പേയ്മെൻറ്റ് കിട്ടിയ സിനിമയാണ്. മറക്കില്ല, 2-3 സിനിമയും സീനിൽ വന്ന് ഞാൻ അഭിനയിച്ച്. അത് എനിക്കോട് പറയാത്തൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞോട്ടെ. എനിക്കതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി തന്നപ്പം അതിലൊരു രാജുവേട്ടൻ ക്ലാസ് എടുക്കുന്ന സീക്വൻസ് സിനിമ കണ്ടൊരു ഓർമ്മ ഉണ്ടാവും. ഡൈവിനെ പറ്റി സംസാരിക്കുമ്പോൾ അതെല്ലാം ഒറിജിനൽ ഡൈവേഴ്സായിരുന്നു. എല്ലാവരും അവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒറിജിനൽ ഡൈവേഴ്സായിരുന്നു. ഞാൻ ഡൈവറേ അല്ല. ഞാൻ ലക്ഷദ്വീപുകാരാണ്, എനിക്ക് നീന്താൻ അറിയാം, പക്ഷേ ഞാൻ ഡൈവ് ചെയ്തിട്ടില്ല ലൈഫിൽ, സ്ക്യൂബ ഡൈവ് ചെയ്തിട്ടില്ല. അപ്പം റോഷൻ ചേട്ടൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അല്ലേ, ചേട്ടൻ ഒന്ന് ഓഫീസിൽ വന്നിട്ട് സംസാരിച്ചപ്പം ഞാനിങ്ങനെ ഓപ്പർച്യൂണിറ്റി കാര്യം പറഞ്ഞപ്പം ആസർ ഒരു സംഭവമുണ്ട്, നാളെ രാവിലെ വരാൻ പറ്റില്ല. ഞാൻ വരാം, എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, കാരണം എനിക്ക് ചാൻസ് കളയാൻ പറ്റില്ലല്ലോ. ഞാൻ രാവിലെ തന്നെ 7 മണിക്ക് ലൊക്കേഷനിൽ പോയി റെഡിയായി. അപ്പോഴാണ് അവിടെ സ്ക്യൂബ ഡൈവിംഗ് സീക്വൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പകുതി പോയി. കാരണം ഈ അപ്പാരറ്റസ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് നമുക്ക് അറിയണമല്ലോ. ഞാൻ അവിടെ ചോദിച്ച് മനസ്സിലാക്കി പോയി. 30 മീറ്ററോ 25 മീറ്ററോ ഡെപ്തിൽ ഞാൻ ഡൈവ് ചെയ്തു. എല്ലാവരും ഷോട്ട് ഓക്കെ ആയപ്പം പൊങ്ങിപ്പോയി. ഇനി ഞാൻ മാത്രം പൊങ്ങി ഞാൻ അടിപ്പോയി. കാരണം ഇതിൻ്റെ നമ്മുടെ വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ കുറേ. ഞാൻ നോക്കുമ്പോൾ ബോട്ടിൻ്റെ ബോട്ടം എല്ലാം കാണുന്നുണ്ട്, എല്ലാവരും ഓക്കെയാണ്. എവിടെ ഞെക്കി ഞാൻ പൊങ്ങി. ബോട്ടിൽ കയറി രാജോട് ചോദിച്ചു, നീ എവിടെ കഴിഞ്ഞാൽ? ഞാൻ വെറുതെ കാഴ്ചകൾ കാണാൻ പോയൊക്കെ ചത്തുപോയെന്ന് സത്യം പറഞ്ഞാൽ. അതിനുശേഷം ഇപ്പം എൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഞാൻ എൻ്റെ റിലീസായിട്ടുള്ള മൂവി മമ്മൂക്കയുടെ കൂടെ ഡൊമിനിക്കിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഗൗതം മേനോൻ സാറിൻ്റെ 2-3 സീനിൽ മമ്മൂക്കയുടെ കോമ്പിനേഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ പ്രശാന്തോടെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ സ്റ്റേഡിയത്തിൽ വെച്ചുള്ള പരിചയമാണ്. ഞങ്ങളിങ്ങനെ കാണുമ്പോൾ ഹായ് നമ്മൾ സംസാരിച്ചിങ്ങനെ നടന്നു പോകും. പക്ഷേ എനിക്ക് അന്ന് അറിയില്ലായിരുന്നു ആദ്യമൊന്നും യുവർ ഡയറക്ടർ. പിന്നെ സംസാരിച്ച് എന്നോട് ആരും വേണം നിനക്കറിയില്ല, ഞാൻ എപ്പോഴും കാണാൻ സംസാരിക്കും. എടാ പടം ചെയ്തിട്ടുള്ള 2-3 പടം ചെയ്തിട്ടുണ്ട് ഡയറക്ടറാണ്. അപ്പോഴാണ് അതിനുശേഷം ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വന്ന് ഞാൻ എൻ്റെ സജഷൻസ് ചോദിക്കും. ഞാൻ ഇടയ്ക്ക് ഭയങ്കര ഓഫായിരുന്നു. അപ്പോൾ കാരണം ഞാൻ സെൻട്രൽ ഗവൺമെൻറ് ജോബ് റിസൈൻ ചെയ്തിട്ട് വന്നതാണ് അഭിനയിക്കാൻ. കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ട്. ജോലി റിസൈൻ ചെയ്ത നെക്സ്റ്റ് വീക്കോട്ട് ലോക്ക്ഡൗൺ ആയിരുന്നു. നല്ല സമയമായിരുന്നു. കുട്ടികളെ സ്നേക്കി കേട്ട് വീട്ടിലിരുന്നു, വൈഫിൻ്റെ തെറി കേട്ട് ഭയങ്കര കോമഡി അവസ്ഥയായിരുന്നു എൻ്റെ. പിന്നെ ടി വിയിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ടി വിയിൽ ഷോ ഒക്കെ ചെയ്യാൻ പോയി. അങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഓഫായിരിക്കുമ്പോൾ ഞാൻ ചോദിക്കും എന്ത് ചെയ്യും, എന്തെങ്കിലും രക്ഷപ്പെടുമോ? ഞാൻ ഇവിടെ എല്ലാം വരും, നിനക്ക് ആ സമയമുണ്ട് സെറ്റാവുമെന്ന് പറയും. പിന്നെ ഈ മോട്ടിവേഷൻ സാധനങ്ങൾ കാണുമ്പോഴും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ അല്ലേ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മളിങ്ങനെ വാട്സാപ്പിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടി. കാരണം സിനിമ അത്ര ആഗ്രഹം നടക്കുന്ന ആളാണ്. ഇന്നത്തെ കാലത്ത് ഒരു സർക്കാർ ജോലി കളഞ്ഞിട്ട് വരണമെന്ന് വെച്ചാൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല. എനിക്ക് റോൾ കൊടുക്കാൻ പറയാൻ ആരുമില്ല, എനിക്കറിയത്തില്ല ആരും. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാനൊരു ദിവസം എത്തും എന്നുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് അത് അവിടെ എത്താനുള്ള പകുതി നിങ്ങൾ വന്നു, ഇനി പകുതി കൂടിയുള്ളൂ, ഉറപ്പായിട്ട് സെറ്റാവും. എല്ലാവരും അതാ പറയാനുള്ളത്. അരുൺ ബ്രോ, നിങ്ങളെ സിനിമ നമ്മൾ കണ്ട് ആഗ്രഹിച്ചാണ് സിനിമയിൽ നിങ്ങളൊക്കെ വന്ന പോലെ വരാൻ. കളവനായി ഇപ്പോൾ പറഞ്ഞ കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം ബ്രോ. ഈ അടുത്തതിൽ എന്നെ വിളിക്കണോ, ഞാൻ വണ്ടി ഓടിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒരുപാട് സന്തോഷം. താങ്ക് യു ബ്രോ. അപ്പം നമുക്കെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. ഇവിടെയുള്ള സീനിയേഴ്സ് അരുണോ വേട്ടോ, ഓർമ്മയുണ്ടോ? ഷഫീർ ബ്രോ, ഓക്കെ, താങ്ക് യു. വളരെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് എല്ലാ ദിവസങ്ങളും ഞങ്ങൾ കാണും, പുതിയ പുതിയ സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യും, പുതിയ പുതിയ ഐഡിയകൾ ഞങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊരു ഇടക്കാലത്ത് പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണാറുണ്ട്. ഞാനത് സ്ഥിരം വായിക്കുന്ന ഒരാളാണ്. നമുക്കും പുതിയ പുതിയ മോട്ടിവേഷൻ പരിപാടികൾ, നമ്മളും ഡള്ളായിരിക്കുമ്പോൾ പുതിയ പുതിയ എന്താ പറയുക, മനസ്സിന് സമാധാനം തരുന്ന കുറേ കാര്യങ്ങൾ അതിൽ കിട്ടാറുണ്ട്. ആ ഇടക്കാണിപ്പോൾ ഈ ഒരു ഐഡിയ, ഈ സമയത്ത് ഞാനിവിടെ ഇല്ല, ഞാൻ കോട്ടയത്ത് എൻ്റെ ഒരു പുതിയ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. മിനി ആപ്പ് റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടൊരു പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. ആ സമയത്താണ് ഇങ്ങനൊരു പരിപാടിക്ക് അദ്ദേഹം ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഞാനതിൽ പങ്കെടുക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ് ഇതൊക്കെ.
പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഒരുപാട് നന്നായിട്ട് അഭിനയിച്ചിട്ട് എല്ലാവരും പറഞ്ഞു. എന്നാലും അതൊരു വലിയ കഴിവാണ്, ഒരു ധൈര്യമാണ്. ഇതൊരു വലിയ ഗാലക്സി ഓഫ് ഗ്രേറ്റ്സിന്റെ ഇടയിൽ മുടിയൊക്കെ പോയ ഒരു വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ ഡെബ്യൂ ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയിലാണ് എൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെയാണ് ഞാനൊക്കെ സിനിമ സ്വപ്നം കാണുന്നതിന് മുമ്പ് സിനിമ ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെയാണ് ഒക്കെ എൻ്റെ ചേട്ടനാണ്. ഇത് ഞാനൊരു ആക്ടറായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്, തിയേറ്ററിൽ നിന്നൊക്കെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചല്ല, ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടിയെന്ന് വരും ഒരുപക്ഷെ. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ യു നീഡ് ടു വർക്ക് ഹാർഡ്. അവസരങ്ങൾ നമ്മളെ തേടി വന്നൊന്നിരിക്കില്ല, നമ്മൾ അതിൻ്റെ പുറകെ പോയിക്കൊണ്ടേയിരിക്കണം.